ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഒരു ഈവനിങ് ടൈം ലൈഫാണ്. ഞാൻ എന്നത്തെയും പോലെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് ഇന്ന് വിഷ്ണുവിൻ്റെ കടയിൽ പോയില്ല. ഇന്ന് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സാധാരണ എൻ്റെ അമ്മ ഈ നേരമൊക്കെ ആകുമ്പോൾ കട തുറക്കാറുണ്ട്. പക്ഷെ അമ്മ ഇപ്പോൾ ഒരു പുതിയ ടാസ്ക് ഏറ്റെടുത്തോക്കാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് മേടിച്ച് വിൽക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രോഫിറ്റ് കിട്ടുന്നില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറവ് എമൗണ്ട് കിട്ടുന്നുള്ളൂ. പിന്നെ അത് പോയില്ലെങ്കിൽ അത് കുറച്ചും കൂടെ നഷ്ടമാണ്. അപ്പം അമ്മ സ്വമേധ്യ കട്ട്ലേറ്റ് ഉണ്ടാക്കി വിൽക്കാൻ തീരുമാനിച്ചു. ഫസ്റ്റത്തെ ദിവസം തന്നെ ഞങ്ങൾ വിചാരിച്ച് ഫ്ലോപ്പ് ആവുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അമ്മ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ്. അപ്പോൾ അത് കാരണം കൊണ്ട് മറ്റേത് അമ്മയ്ക്ക് രാവിലെ തൊട്ട് വൈകിട്ട് കട തുറക്കുന്ന സമയം വരെ കുറച്ച് റെസ്റ്റ് ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒട്ടും റെസ്റ്റ് ഇല്ല. രാവിലെ തൊട്ട് കട്ട്ലേറ്റിന്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് അമ്മ ഭയങ്കര ബിസിയായി. അമ്മേനെ ഇപ്പോൾ ഒട്ടും കിട്ടാത്ത പോലെ, ചില നേരത്തെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കുക പോലും ചെയ്യില്ല. അങ്ങനെയാണ്. അപ്പോൾ ദേ അച്ഛൻ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അച്ഛന് നൈറ്റ് മനോരമയുടെ പ്രസിന്റെ ഓട്ടം ഉണ്ട്. അത് കാരണം കൊണ്ട് അച്ഛൻ പകലൊരുവിധ സമയമൊക്കെ ഉറക്കം തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴാണ് അമ്മയുടെ ഒപ്പം കടയിൽ പോവുക. അത് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഉറങ്ങുമ്പോഴേക്കും വീണ്ടും രാത്രി ഓട്ടം പോകാനുള്ള സമയമാവും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്മ കട്ട്ലേറ്റ് എത്ര എണ്ണം കിട്ടി എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് ബോക്സിലാക്കി വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് സഹായിക്കുകയാണ്. നമ്മളെ കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ആണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വരുമ്പോഴേക്കും അമ്മയുടെ ഒരുവിധം എല്ലാ പണിയും കഴിയും. പിന്നെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല, ഞാൻ യൂണിഫോമിലായതുകൊണ്ട് അതിലഴുക്കാവും. എന്നാലും വർക്കൊക്കെ കഴിഞ്ഞൊന്ന് വീട്ടിൽ വന്ന് അമ്മേനെ അച്ഛനും കാണാം. അല്ലെങ്കിൽ കടയിലാണെങ്കിലും അമ്മേനെ അച്ഛനും കാണുമ്പോഴാണ് ആ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആവാ. അവരെ വീട്ടിൽ വരാത്ത ദിവസവും അവരെ കാണാത്ത ദിവസവും ഞാൻ ഭയങ്കര വിഷമത്തിലായിരിക്കും. ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറയും, വൈകുന്നേരം ആണെങ്കിലും പറയും ഒന്ന് ജസ്റ്റ് ഒന്ന് അമ്മേനെ അച്ഛനും കണ്ടിട്ട് വരാന്നുള്ളത്. കാരണം എനിക്കിത് ശീലമായി. ചിലപ്പോൾ അടുത്ത വീടായതുകൊണ്ടാവാം ദൈവം എനിക്കങ്ങനെ ഒരു ഭാഗ്യം തന്നതിന് ഞാൻ ദൈവത്തോട് ഭയങ്കര നന്ദിയുള്ളവളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും അകലെ പോകുമ്പോൾ അച്ഛനമ്മേനെയൊന്നും ഡെയിലി കാണാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കാണ്. എനിക്ക് ഡെയിലി അച്ഛനമ്മേനെയും കാണാം. എപ്പോഴേലും അവർക്ക് എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ ഓടിച്ചെല്ലാം. അപ്പം അതുകൊണ്ടൊക്കെ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 10-40 കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ് അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഞാനൊരു 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പം അമ്മ വെജും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ വെജും കൂടി ഉണ്ടാക്കിയപ്പോൾ അമ്മയ്ക്ക് കുറച്ചും കൂടെ പണി കൂടി. നമ്മളധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഇത് ഉണ്ടാക്കി അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇത് അത്രയും നോക്കി ശ്രദ്ധിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മേമയുടെ തട്ടുകട നമ്മുടെ കടയുടെ അപ്പുറത്തുണ്ട്. അപ്പോൾ മേമ ഈ ഗ്രീൻ ബീൻസും മുട്ടയും കൂടിയിട്ട് കൊത്തിപ്പൊരി ഉണ്ടാക്കും. കൊത്തിപ്പൊരി എന്നാണ് അതിന് പറയുക. നിങ്ങളുടെ ഇവിടെയൊക്കെ എന്ത് പേര് പറയുന്ന അറിയില്ല. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫുഡാണ്. അതിൽ ഈ കട്ട്ലേറ്റ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ മേമയുടെ കടയിലേക്കും കുറച്ച് കട്ട്ലേറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കട്ടൻ ചായ തിളപ്പിച്ചു ഞാൻ വീട്ടിൽ വന്നൊരു കട്ടനിട്ട് കുടിക്കും. അതല്ലെങ്കിൽ കടയിലാണെങ്കിൽ അമ്മ ഇട്ട് തരും. അപ്പം ഞാൻ നേരെ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് അച്ഛനും കൊടുത്തു, ഒരു ഗ്ലാസ് ഞാനും കുടിച്ചു. അതുപോലെ തന്നെ അമ്മ കട്ട്ലേറ്റ് ടേസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ സെപ്പറേറ്റ് ഉണ്ടാക്കി തരും. അപ്പം അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അമ്മയ്ക്ക് ഞാൻ പറയണം എങ്ങനെയാണ്, കുറവുണ്ടോ വല്ലതും കുറവുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ പറയണം. എന്നാലാണ് അമ്മയ്ക്ക് കുറച്ച് സമാധാനമാവുള്ളൂ. ഞാനാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കുറവാണ്, അതിനെ മാറ്റം വരുത്തണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം ഫസ്റ്റ് ഡേ ഞാനും അമ്മയും കൂടിയിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. അന്നത്തെ കട്ട്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ്. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ കട്ട്ലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ചില ദിവസങ്ങളിൽ എന്തെങ്കിലും കൂടുതലോ കുറവോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. നോക്കിയിട്ട് കാര്യം, നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകൾ, അതുപോലെ ചില നേരത്ത് കൂടുതൽ കിഴങ്ങെടുക്കും, ചില നേരത്ത് കുറവെടുക്കും. അപ്പം അതിനനുസരിച്ച് അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വ്യത്യാസം വരും. അപ്പം അതിനനുസരിച്ച് ടേസ്റ്റും വ്യത്യാസം വരും. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു തൂക്കം നോക്കാനായിട്ട് ഒരു മെഷീൻ മേടിച്ചിട്ട് അതിൽ ചിക്കൻ ആണെങ്കിലും കിഴങ്ങാണെങ്കിലും ഒക്കെ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഒരേപോലെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുകയാണ്. അവിടെ കിടക്കുന്നത് അച്ഛൻ്റെ വണ്ടിയാണ്. അതിൻ്റെ അപ്പുറത്തിൻ്റെ സ്കൂട്ടി ഉണ്ട്, ഞങ്ങളുടെ കാറുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ താഴെ എല്ലാം പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് നമ്മൾ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കണത്. അങ്ങനെ ഞാൻ തട്ടിമുട്ടിയിരിക്കുകയാണ്. എനിക്ക് ഏകദേശം പോകാനുള്ള സമയമായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്മയും അച്ഛനും കടയിലേക്ക് ഇറങ്ങുന്നതോട് കൂടിയിട്ട് ഞാൻ വീട്ടിൽ പോകാൻ തീരുമാനിച്ച് അങ്ങനെ നേരെ ഇറങ്ങി വരാണ്. ഇപ്പോൾ വീട്ടിൽ ആരുമില്ല. ചേട്ടൻ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ വീട്ടിൽ ആരുമില്ല. അമ്മ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് അമ്മയും ഞാനും അച്ഛനും എല്ലാവരും ഇറങ്ങാണ്. അവർ നേരെ കടയിൽ പോവും, ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ പോവും. ഹസ്ബൻഡ് വീടെന്ന് വെച്ചാൽ എൻ്റെ വീടാണല്ലോ, അങ്ങോട്ട് പോവും. അങ്ങനെ ഇപ്പം ഞാൻ എടുത്തു വയ്ക്കുന്ന എൻ്റെ വീടിൻ്റെ അകത്തിടുന്ന ചെരുപ്പാണ് കേട്ടോ. ഇത് ആരും ഇടുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ വരുമ്പോൾ മാത്രമേ താഴത്തേക്ക് എടുത്തിടും. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാനിത് ഇവിടെ തന്നെ വെക്കും. എനിക്കാണെങ്കിൽ ചെരുപ്പിട്ട് നടക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. ഈ കല്ലൊക്കെ കാലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ ഒരുമാതിരി അസ്വസ്ഥത എടുക്കും. അങ്ങനെ ഞാൻ വണ്ടിക്ക് എടുത്ത് നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി. റൂമിലെത്തി, കുളിയൊക്കെ കഴിഞ്ഞു.
ദേ തലമുടിക്ക് ചീവിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നാൽ തലമുടിക്ക് ചീവി കെട്ടിവെക്കും. എനിക്കിങ്ങനെ ജട പിടിച്ച് കിടക്കുമ്പോൾ എന്തൊരു അസ്വസ്ഥതയാണ്. ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ട്. അതായത് ഈ ചൂടൊക്കെ എടുത്ത് നമ്മുടെ മുടിയെ കഴിഞ്ഞ് കിടക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഇങ്ങനെ കെട്ടി വെക്കുമ്പോഴേക്ക് കുറച്ച് സമാധാനമാവാം. പിന്നെ വൈകുന്നേരം ഇവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് ഡ്രസ്സ് അലക്കാനിടാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അലക്കാനിട്ടു. അലക്ക് കഴിഞ്ഞാ എനിക്ക് ഭയങ്കര സമാധാനാണ്. എനിക്കെന്തോ ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല എന്നാ പോലും അലക്കിയ ഡ്രസ്സുകൾ ഉണക്കി മടക്കി വെക്കുമ്പോഴാണ് സമാധാനം കിട്ടാറ്. കാരണം എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് 2 ദിവസം അലക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ നമ്മള് ലോക്കാവും. അതുകൊണ്ട് യൂണിഫോമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനായി. പക്ഷെ വാഷിംഗ് മെഷീൻ റെഡിയാക്കി എടുത്തു. അങ്ങനെ അലക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കി അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾക്കിന്ന് കുറച്ചധികം വർക്കുള്ളതുകൊണ്ട് ആൾ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആൾ വരും മുന്നേ ബെഡ്ഷീറ്റൊക്കെ എന്താ പറയുക കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കി ഇടാം. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു കിടപ്പ് കിടന്ന് പിന്നെ എണീക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ തന്നെയാണ്, ഹസ്ബൻഡ് അങ്ങനെ തന്നെയാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് എന്നിട്ട് അവിടെ തന്നെ കിടക്കും. പിന്നെ അവിടെ കുറച്ച് മാറാലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മാറാല തട്ടാന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ടാസ്ക്കാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ പൊടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2-3 ദിവസം തുമ്മലാണ്, പിന്നെ മൂക്കടയും, പിന്നെ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തേലും മാറാല പിടിച്ച് കിടക്കണേ അവിടെ കിടന്നോട്ടേന്ന് തോന്നും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദേ ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു. ഞാൻ എപ്പോഴും വിചാരിക്കും പകലാവുമ്പോൾ സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ എടുത്ത് പുറത്തേക്ക് ബാൽക്കണിയിലോട്ട് എടുത്ത് വെക്കണമെന്ന്. പക്ഷേ അത് പറ്റാറില്ല. പിന്നെ ഇതൊക്കെ ക്ലീൻ ആയിട്ടൊരു ചട്ടിയിലോട്ട് വെക്കണം എന്ന് വിചാരിക്കും മണ്ണിട്ടിട്ട്. അതും പറ്റാറില്ല. എന്താ ചെയ്യുക? എന്നും ഒരേപോലെ തന്നെ രാവിലെ പോകുന്നു, ജോലി കഴിയുന്നു, വീട്ടിലോട്ട് വരുന്നു, കിടന്നുറങ്ങുന്നു. ഇതന്നെ സ്ഥിരം. ഇതിനിടയിൽ എക്സ്ട്രാ ഒന്നും നടക്കുന്നില്ല. മടികൊണ്ടാണ്, വേറൊന്നല്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വിശന്നപ്പോൾ മേമയുടെ തട്ടുകടയിൽ പോയി നല്ല അടിപൊളി മുട്ടയും ഗ്രീൻ ബീൻസും കഴിച്ചു. മേമ അതിൽ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആക്കി തരും. നല്ല ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു രുചി ഉണ്ടല്ലോ, ഒരു പ്രത്യേക രുചിയാണ്. അത് കഴിഞ്ഞ് ടൈം നോക്കിയപ്പോൾ 11 മണി 11:30 അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എല്ലാവരുടെ അടുത്തും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.